ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും കലാവിരുന്നായി മാറി. മലയാളി കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ആണ് കലാപ്രകടനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായത്. നന്മ സംഘടിപ്പിച്ച പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തവർ കടുപ്പിച്ച മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കി വയലിൻ കച്ചേരി, കവിതാ പാരായണം, പാട്ട്, മാജിക് ഷോ തുടങ്ങിയവയുമായി ശക്തി അറിയിച്ചു. സംസ്ഥാനത്തെ കലാകാരന്മാരുടെ സർവേ പൂർത്തിയാക്കുക, കോവിഡ് കാലത്ത് അംഗത്വമെടുക്കാൻ കഴിയാത്ത 60 വയസ്സ് പൂർത്തിയാക്കിയ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വമെടുക്കാൻ ഒരവസരം കൂടി നൽകുക, സാംസ്കാരിക വകുപ്പിന്റെ കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ച് തുക വർദ്ധിപ്പിച്ച് നൽകുക, കലാകാര സഹകരണ സംഘങ്ങൾ ജില്ലകൾ തോറും രൂപീകരിച്ച് കലാകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. പിന്നണി ഗായകൻ PK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തും. എല്ലാവരും, എല്ലാ ആളുകളും, നമുക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചിഹ്നമോ രാഷ്ട്രീയ കൊടിയോ ഒന്നുമില്ല. നമ്മളെ എല്ലാവരും കൂട്ടിപ്പിടിക്കാറുണ്ട്. അതേപോലെ എല്ലാവരും നമ്മളെ കൂട്ടിച്ചേർക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. കാരണം ഏത് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള പരിപാടികൾ വരികയാണെങ്കിലും നമ്മളെല്ലാവരോടും സഹകരിക്കാറുണ്ട്. നമ്മൾ ഇന്ന പാർട്ടിയാണെന്നോ ഇന്ന ചിഹ്നമാണെന്നോ നോക്കാറില്ല. നമ്മൾക്ക് വേണ്ട, ഇപ്പം കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നമുക്കൊരു കുടുംബം പോറ്റാനോ നിലനിർത്താനോ പ്രയാസമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ജില്ലാ പ്രസിഡന്റ് ഷിബു മുത്താട്ട് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജാനമ്മ കുഞ്ഞുണ്ണി, അജിത നമ്പ്യാർ, ഹരീന്ദ്രനാഥ് ഇയാട്, TK വേണു, കലാമണ്ഡലം സത്യവ്രതൻ, പ്രദീപ് ഗോപാൽ, ഷെർലി പ്രമോദ്, മഠത്തിൽ രാജീവൻ, ഗിരീഷ് ഇല്ലത്ത് താഴം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ച